ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ആരെടുക്കും എന്നതിൽ ആശങ്കയുമായി മുന്നണികൾ. പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 1-ാം ക്ലാസ്സിൽ പ്രവേശിച്ചത് 2.25 ലക്ഷത്തോളം കുട്ടികൾ. ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പിൽ നടന്നു. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന 5 പവൻ സ്വർണം കവർന്നു. കോട്ടപ്പുറം തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇടിമിന്നലിൽ പോർക്കുളത്ത് വീട് ഭാഗികമായി തകർന്നു. വീടിന്റെ സമീപം കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ചത്തു. പൂവൻചിറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ ആശങ്കയിലാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. രാവിലെ 8-ന് ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുക. വോട്ടെണ്ണൽ സ്ഥലത്ത് മൊബൈൽ ഫോണുകൾ അനുവദിക്കില്ല. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ തൃശൂർ ആരെടുത്താലും രാഷ്ട്രീയ കേരളത്തിലെ വൻ ചർച്ചകൾക്കാണ് വഴിയൊരുങ്ങുക. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിരുന്നത്. തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട, നാട്ടിക എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും നേതാക്കളും വിജയപ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. തൃശൂരിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെയും NDA നേതാക്കളുടെയും പ്രതീക്ഷ. തൃശൂരിൽ വിജയം സുനിശ്ചിതമാണെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെയും UDF നേതാക്കളുടെയും പ്രതീക്ഷ. തൃശൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെയും LDF നേതാക്കളുടെയും പ്രതീക്ഷ. അവസാനവട്ട കൂട്ടലും കിഴിക്കലുമായി 3 മുന്നണികളും കാത്തിരിക്കുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയായി ഏകദേശം 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സ്കൂളുകളിൽ എത്തിയത്. വില്ലടം ഗവൺമെന്റ് GVHSSൽ നടന്ന തൃശൂർ വിദ്യാഭ്യാസ ജില്ലാതല പ്രവേശനോത്സവത്തിൽ നവാഗതരായ കുരുന്നുകളെ മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും ചേർന്ന് പീലിക്കാവടിയുടെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വീകരിച്ചു. പ്രവേശനോത്സവം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ I. സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A. അൻസാർ, ജില്ലാ പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ബിനോയ്, പ്രിൻസിപ്പൽ ഇൻചാർജ് PA അബ്ബാസ്, ഹെഡ്മാസ്റ്റർ CK അജയ് കുമാർ, സ്കൂൾ വികസന സമിതി ചെയർമാൻ K മുരളീധരൻ, സ്കൂൾ PTA പ്രസിഡന്റ് EC ശരത്, മദർ PTA പ്രസിഡന്റ് PB ബിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണത്തെ സ്കൂൾ തുറക്കൽ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. 1, 3, 5, 7, 9 എന്നീ ക്ലാസുകളിലാണ് പുതിയ പുസ്തകങ്ങൾ. ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. ഇടവേളയ്ക്ക് ശേഷം 1-ാം ക്ലാസ്സിൽ അക്ഷരമാല തിരികെയെത്തി എന്നതും പ്രത്യേകതയാണ്. മധ്യവേനൽ അവധി ആരംഭിക്കുമ്പോൾ വിടചൊല്ലിപ്പിരിഞ്ഞ കുട്ടിക്കൂട്ടം വീണ്ടും വിദ്യാലയങ്ങളിൽ എത്തി. വിനോദത്തിന്റെ ആലസ്യം പൂർണ്ണമായും വിട്ടൊഴിയും മുൻപേ ചെറിയ മടിയോടെ തന്നെയാണ് പലരും അക്ഷരമുറ്റത്തേക്ക് മടങ്ങിയെത്തിയത്. അവധിക്കാല വിനോദത്തിന് അവധി നൽകിയാണ് കുരുന്നുകൂട്ടുകാർ അറിവിന്റെ വാതായനം തുറന്നിട്ട അക്ഷരമുറ്റത്തെത്തിയത്. പുതിയ ബാഗും പൊട്ടുകുത്തണ്ടേ?
നേരെ പിടിക്ക് കണ്ണോറ് വെക്കേഷനൊക്കെ തീർന്നോട്ടാ ജോലിയിലൊക്കെ എടുത്തു വെക്കേ നമുക്ക് സ്കൂളിൽ പോകേണ്ട സമയല്ലേ നീ UKG-കാരിയായ എംലിയ റോസ് തൃശൂർ ചേലക്കോട്ടുകര സ്വദേശി ലിൻഡോ ഗ്ലോറിയ ദമ്പതികളുടെ മകൾ മതിവരുവോളം ഉറങ്ങിയും കളിച്ചും യാത്രകൾ പോയും അവധി ദിവസങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്ന ദിവസം രാവിലെ എഴുന്നേൽക്കാൻ അല്പം മടിയുണ്ടായി. ഇങ്ങനാണേലും പുതിയ കുടയും വാട്ടർ ബോട്ടിലും ബാഗുമൊക്കെ കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി. സ്കൂളിൽ പോകാനും കൂട്ടുകാരെ കാണാനും ഇഷ്ടവുമേറി. അവധി എങ്ങനെ ഉണ്ടായിരുന്നു? ടൂറൊക്കെ എങ്ങനെ പോയത്? കോഴിക്കോട്, കാഞ്ഞിരപ്പള്ളി കല്യാണത്തിന് പോയതാ. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? ചെലപ്പം വഴിയൊക്കെ മേടിക്കും, ചെലപ്പം പുതിയ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാ? എയ്ഡമരം ഇസമരം അത് മാത്രം ഫ്രണ്ട്. കൺമണി കൺപോട് കാതലന്നാൻ എഴുതും കരുതമേ ലാലാ സ്കൂളുകൾ തുറന്നതോടെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കലിൽ തുടങ്ങുകയാണ് രക്ഷിതാക്കളുടെ തിരക്ക്. മഴയത്ത് പോകണം. വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സ്കൂളിൽ പിന്നെ പാർക്കൊക്കെ ഉള്ള കാരണം നല്ല ഇൻട്രസ്റ്റ് ആണ് പോവാനൊക്കെ. അപ്പോൾ പഠിപ്പായി കാര്യങ്ങളൊക്കെ ആയി. കാലവർഷം രക്ഷിതാക്കളുടെ ആശങ്ക അല്പം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന് അവസരം നൽകാതെ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ആവേശം നിറച്ചാണ് എംലിയാമോൾ അടക്കമുള്ളവർ സ്കൂളിലേക്ക് എത്തിയത്. കളിയും പഠനവുമെല്ലാമായി സ്കൂൾ മുറ്റവും ആരവങ്ങളുടെയും ആളനക്കങ്ങളുടെയും വേദിയായി മാറി. അക്ഷരലോകത്തെത്തിയ കുട്ടിക്കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ജില്ലാതല പ്രവേശനോത്സവം ഇരിഞ്ഞാലക്കുട നടവരമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. താളമേളങ്ങളും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെയാണ് നവാഗതരായ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. യന്ത്ര ആനയും ഒട്ടകവും കുതിരയും സ്കൂളിന്റെ കവാടത്തിൽ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഒരുപോലെ കൗതുക കാഴ്ചയായി മാറി. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. പഞ്ചവാദ്യവും തെയ്യവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. പ്രവേശനോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, റഹീം വീട്ടിപ്പറമ്പിൽ, സുധാ ദിലീപ്, വിജയലക്ഷ്മി, വിനയചന്ദ്രൻ, PM ഗാവരോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് സ്വർണം കവർന്നു. കോട്ടപ്പുറം ടോളിനു സമീപം കള്ളുഷാപ്പിന് അടുത്ത് തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ആനന്ദന്റെ ഭാര്യ രതിയുടെ 5 പവന്റെ സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന മാല കവരുകയായിരുന്നു. രാവിലെ വീട്ടുകാർ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടിമിന്നലിൽ പോർക്കുളത്ത് വീട് ഭാഗികമായി തകർന്നു. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിനു സമീപം പുലിക്കോട്ടിൽ വീട്ടിൽ രാധയുടെ വീടാണ് തകർന്നത്. ഇവരുടെ വീടിന് സമീപം കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ചത്തു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. പട്ടിക്കാട് പൂവൻചിറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ചിന്നങ്ങത്ത് രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയാണ് ഇന്ന് പുലർച്ചെ തകർന്നു വീണത്. വീട്ടിൽ രാധാകൃഷ്ണനും കിടപ്പ് രോഗിയായ രാധാകൃഷ്ണന്റെ അമ്മ പാർവതിയും ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ദേശീയപാതയിൽ പേരാമ്പ്ര നാടുകുന്നിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പേരാമ്പ്ര കളത്തിങ്കൽ ലോനപ്പന്റെ മകൻ 58 വയസ്സുള്ള ജെയിംസ് ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. നാടുകുന്നിൽ കോഴിക്കച്ചവടം നടത്തുന്ന ജെയിംസ് കടയിലേക്ക് പോകുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് നിലവിൽ വന്നു. ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പ്രാബല്യത്തിലാക്കിയിരുന്നില്ല.
സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം ഈ മാസം 6 വരെ ഒഴിവാക്കിയിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും മുടങ്ങി. പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയുള്ള കോൺക്രീറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലായ പാതയിൽ യാത്ര ദുരിതമായി മാറുകയാണ്. മഴ പെയ്തതോടെ വെള്ളക്കെട്ടും അപകടങ്ങളും പതിവായി. അത്ലറ്റിക് രംഗത്ത് ഉയരങ്ങൾ തേടി വീട്ടമ്മ. പാർലിക്കാട് പാറേങ്ങാട്ടിൽ വീട്ടിൽ വിജയന്റെ ഭാര്യ രജനിയാണ് കായിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത്. ജൂൺ 5, 6, 7, 8 തീയതികളിൽ അയോധ്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ 45-കാരി. 100 മീറ്റർ ഓട്ടം, ജാവലിൻ ത്രോ, ഹാമർ ത്രോ എന്നീ മത്സരങ്ങളിലാണ് രജനി വിജയൻ പങ്കെടുക്കുന്നത്. കേരളോത്സവത്തിൽ പങ്കെടുത്ത് പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ വിവിധ ഘട്ടങ്ങളിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. കാസർഗോഡ് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ 100 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനവും ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനവും ഹാമർ ത്രോയിൽ 3ാം സ്ഥാനവും നേടിയിരുന്നു. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന രജനി ജോലിയിലെ ഒഴിവു സമയങ്ങളിലാണ് പരിശീലനം നടത്തുന്നത്. തൃശൂർ സ്വദേശിയായ രാജൻ ജോസഫാണ് പരിശീലകൻ. കുന്നംകുളം മരത്തംകോട് സ്കൂളിന് മുൻപിൽ KSU പ്രവർത്തകർ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ഥാപിച്ച ബോർഡ് SFI പ്രവർത്തകർ നീക്കം ചെയ്തു എന്നാരോപിച്ച് SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടന്നു. വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് SFI പ്രവർത്തകരും KSU പ്രവർത്തകരും ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ KSU പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡ് SFI പ്രവർത്തകർ നീക്കം ചെയ്തു എന്നാരോപിച്ചാണ് വാക്പോര് നടന്നത്. തർക്കം രൂക്ഷമായതോടെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. എല്ലാ ബോർഡുകളും പോലീസ് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതോടെ രംഗം ശാന്തമായി. മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് തുക കുട്ടികൾക്ക് വേണ്ടി കൈമാറി വിരമിച്ച പ്രധാന അധ്യാപിക KS സരസു. കുട്ടികളാണ് മികച്ച അധ്യാപികയാകാനും സംസ്ഥാന അവാർഡ് നേടാനും കാരണമായത് എന്നും അവാർഡിനായി നാമനിർദ്ദേശം നൽകിയത് PTA ആണെന്നും വ്യക്തമാക്കി. പ്രവേശനോത്സവത്തിൽ അതിഥിയായി എത്തിയതായിരുന്നു KS സരസു. പ്രധാനാധ്യാപികയുടെ ചുമതലയുള്ള C തുഷാരയ്ക്കും PTA പ്രസിഡന്റ് PR ബിനുരാജിനുമാണ് തുക കൈമാറിയത്. ഗണിതശാസ്ത്ര അധ്യാപികയായ KS സരസു കലാ കായിക പ്രവൃത്തി പരിചയമേളകൾക്കായി കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ പ്രവേശനോത്സവം ഓട്ടുപാറ പരുത്തിപ്ര ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, വാർഡ് കൗൺസിലർമാരായ KA ഫിറോസ്, KD അജി എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് LP സ്കൂൾ പ്രവേശനോത്സവം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജമീല അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് വേണുഗോപാൽ, പ്രധാനാധ്യാപകൻ R രാജേഷ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലം തല പ്രവേശനോത്സവം പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, പ്രധാനാധ്യാപിക ബിന്ദു, പ്രിൻസിപ്പാൾ സംഗീത, PTA പ്രസിഡന്റ് വിജിത ശിവദാസൻ, BPC UK സിന്ധു, ജോണി ചിറ്റിശ്ശേരി, സ്റ്റാഫ് പ്രതിനിധി അനൂജ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് വർണ്ണത്തൊപ്പികളും മധുരപലഹാരങ്ങളും നൽകിയാണ് വരവേറ്റത്. കുട്ടികൾക്കുള്ള പുസ്തക വിതരണം OSA മെമ്പർ വർഗീസ് തെക്കേത്തല നിർവഹിച്ചു. വിദ്യാർത്ഥികളിലെ വ്യത്യസ്തങ്ങളായ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള ഇടപെടലാണ് ഉന്നതി സ്റ്റുഡൻസ് ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവേശനോത്സവവും ഉന്നതി സ്റ്റുഡൻസ് ക്ലബിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും തിരുവല്ലുവാമലയിലെ മാറയിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവല്ലുവാമല പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവല്ലുവാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N ആശാദേവി, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഇൻചാർജ് ഉഷ K നായർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ബ്ലോക്ക്, തൃക്കൂർ പഞ്ചായത്ത്, ചേർപ്പ് ഉപജില്ല എന്നിവർ സംയുക്തമായി തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ്, പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പാനോക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് തല പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, വടക്കാഞ്ചേരി BPC BRC CV ജയപ്രഭ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപിക KA സുജിനി, SMC ചെയർമാൻ PT സുശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭാതല പ്രവേശനോത്സവം മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ഫൈസൽ കാനാമ്പുള്ളി, ഉമ്മൂർ അഹമ്മദ്, സ്കൂൾ പ്രധാനാധ്യാപിക സീനത്ത്, പ്രിൻസിപ്പൽ ഇൻചാർജ് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം CD സിബി, SP വാഹിദ്, എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി, പ്രിൻസിപ്പാൾ M സുധീർ, പ്രധാനാധ്യാപകൻ MS രാജീവ്, PTA പ്രസിഡന്റ് TS അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കടമ്പോട് ALP സ്കൂളിലെ പ്രവേശനോത്സവം മറ്റത്തൂർ പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ വിലാസിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ NV സുശീല, ഗ്ലോറി പോൾ എന്നിവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവ്, PTA പ്രസിഡന്റ് ജോൺ C സിൽജോ, സ്കൂൾ പ്രധാനാധ്യാപിക PM ലിഷ, CC തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PA അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിനി, അന്തിക്കാട് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ MG സജീവ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് തേർമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽ V മേനോൻ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, പ്രിൻസിപ്പാൾ പത്മജ, LP ഹെഡ് മിസ്ട്രസ് C സുസ്മിത, സ്റ്റാഫ് സെക്രട്ടറി KP അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KU വിജയൻ, ശ്രീജിത്ത് പട്ടത്ത്, പ്രിൻസിപ്പാൾ KP ലിയോ, പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ ജോഷി പോൾ, PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ, നൈസി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം പഴയന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല പ്രവേശനോത്സവം കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ മുഖ്യാതിഥിയായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AE ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം അഞ്ഞൂർ GWD LP സ്കൂളിൽ നടന്നു. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു, വാർഡ് മെമ്പർ UV ബിനീഷ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഫ്ലോറ മാത്യു വടക്കൂട്ട്, PTA പ്രസിഡന്റ് PS ശിവദാസ്, MPTA പ്രസിഡന്റ് ഡോക്ടർ ഉജിത അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സിരിൻസൺ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് നിർവഹിച്ചു. പ്രധാനാധ്യാപിക PV ഷൈനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൃഷ്ണകുമാർ, വാർഡ് മെമ്പർ അനിത ശശി, SMC ചെയർമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക VD ലതിക, PTA പ്രസിഡന്റ് CK വിനോദ്, ചേർപ്പ് BPC സുരേഷ് കുമാർ,
പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം ഇഞ്ചക്കുണ്ട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റുമാരായ ജോസി മാണി, പത്രോസ് അമരത്തുപറമ്പിൽ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ്, KK വിനു, സെബിൻ B കാവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് പോലീസുകാരന് പരിക്ക്. വടക്കാഞ്ചേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കുന്നംകുളം സ്വദേശി കുന്നത്തുവളപ്പിൽ വീട്ടിൽ ബ്രോണിഷിനാണ് പരിക്കേറ്റത്. അമിത വേഗതയിലെത്തിയ ബൈക്ക് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും ഗുരുവായൂർ റോഡിലേക്ക് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിന് മുൻപിൽ സ്ഥാപിച്ച ബോർഡും ബൈക്കിന്റെ മുൻവശവും തകർന്നു. നെല്ലുവായ് മുല്ലയ്ക്കൽ മുരിങ്ങത്തേരി SNDP ശാഖയും തലപ്പള്ളി യൂണിയനും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണവും SSLC വിജയികളെ അനുമോദിക്കലും നടന്നു. ശാഖാ സെക്രട്ടറി KA ഷാജി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KA വിപിൻ അധ്യക്ഷത വഹിച്ചു. മുൻ സെക്രട്ടറി VP ജ്ഞാനേശ്വരൻ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. മെമ്പർമാരായ PS ജിതിൻ, KA പ്രദീപ്, MS സതീഷ്, PS മിഥുൻ, VG കൃഷ്ണൻ, രമണി പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി വേലുപ്പാടം ALPSൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം റഷീദ് വരിക്കോടൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിനു C ബേബി അധ്യക്ഷയായിരുന്നു. CITU വരന്തരപ്പള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സന്തോഷ് തണ്ടാശ്ശേരി, മുൻ പ്രധാന അധ്യാപകൻ AL ജോസ് തട്ടിൽ, പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, യൂണിറ്റ് സെക്രട്ടറി ക്ലീറ്റസ് തീയാടി, ജില്ലാ യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ എന്നിവർ സംസാരിച്ചു. PK ഗോപാലകൃഷ്ണൻ സ്മാരക നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ജ്ഞാനത്തിന്റെ രാഷ്ട്രീയ പ്രകാശനം എന്ന സ്മരണികയുടെ പ്രകാശനം നടത്തി. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാറിന് നൽകി നിർവഹിച്ചു. സ്മാരക നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. കൺവീനർ TP രഘുനാഥ്, TN തിലകൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, പ്രിൻസിപ്പാൾ PK സുരീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ എന്നിവർ സംസാരിച്ചു. കൂർക്കഞ്ചേരി JPEHSSൽ നടന്ന പ്രവേശനോത്സവം കോർപ്പറേഷൻ കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ED തോമസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് വൃന്ദ, അധ്യാപികമാരായ സീമത്ത്, ജിനി, PTA പ്രസിഡന്റ് PU പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഒളകര ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ മണിയൻകിറർ കോളനിയിൽ ആദിസ്വരലയം പരിപാടി സംഘടിപ്പിച്ചു. പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ പ്രഭു ഉദ്ഘാടനം ചെയ്തു. ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ U സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. പീച്ചി വാഴാനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സുമു സഖറിയ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ EP പ്രതീഷ്, മണിയൻകിണർ EDC പ്രസിഡന്റ് E അനിൽകുമാർ, സെക്രട്ടറി CA താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് ഓഫീസിനു സമീപം മഴയിൽ ഒലിച്ചിറങ്ങിയ മണ്ണ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു.
അധികൃതർ മണ്ണ് നീക്കം ചെയ്യാത്തതിനെ തുടർന്നാണ് BJP പ്രവർത്തകർ രംഗത്തെത്തിയത്. BJP പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് വിഗീഷ് അപ്പു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുരീജിത്ത് കമ്പിപ്പാലം, PJ ജെബിൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. DYFI പുന്നംപറമ്പ് സൗത്ത് നോർത്ത് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ ഉദ്ഘാടനം ചെയ്തു. DYFI പുന്നംപറമ്പ് നോർത്ത് യൂണിറ്റ് സെക്രട്ടറി അഭിരാജ് അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, അഡ്വക്കേറ്റ് TA നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. കോടാലി ശ്രീ ഗുരുദേവ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പ്രസിഡന്റ് സത്യൻ ഏരിമ്മൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ സുഭാഷ് മൂന്നുമുറി, CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ തിരുവനന്തപുരം റീജിയനിൽ 2ാം സ്ഥാനം നേടിയ KB കീർത്തന എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി സുന്ദരൻ മുത്തമ്പാടൻ, ട്രഷറർ AB ചക്രപാണി, വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ മുത്തമ്പാടൻ, ജോയിന്റ് സെക്രട്ടറി മുരളീധരൻ വെട്ടിയാട്ടിൽ എന്നിവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്തിലെ കുടുക്കുവളവ് പ്രദേശത്തിന് സൗഹൃദം ജംഗ്ഷൻ എന്ന പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. സൗഹൃദം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA പ്രഖ്യാപനം നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ സഞ്ജയ് ശർക്കര, മാലതി സുബ്രഹ്മണ്യൻ, ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ VK മുജീബ് റഹ്മാൻ, CM ജുഗ്നു, മധു ചിറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതൂർക്കര ഡിവിഷനിൽ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള 400ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അയ്യന്തോൾ സെയിന്റ് മേരീസ് അസംഷൻ പള്ളി വികാരി ഫാദർ വർഗീസ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ മേഫി ഡെൽസൺ അധ്യക്ഷത വഹിച്ചു. ഒളരിക്കര യാസ്മിൻ ജുമാ മസ്ജിദ് ഖത്തീബ്, സുധീർ സഖാഫി, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ കോലോത്ത്, സാബു തരകൻ, അംഗൻവാടി അധ്യാപികമാരായ ജസീന്ത, ഷാൻസി റോയ് തുടങ്ങിയവർ സംസാരിച്ചു. CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി VS സുരീജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി PR കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയ C ഡിവിഷൻ ലീഗ് മത്സരത്തിൽ ഡൈനമോസ് FC ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ AIBEA ഫുട്ബോൾ ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് C ഡിവിഷൻ ലീഗ് ചാമ്പ്യന്മാരായത്. ഇതോടെ ഡൈനാമോസിനെ B ഡിവിഷൻ ലീഗിലേക്ക് അർഹത നേടി. കരിയന്നൂർ രശ്മി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ വൈദ്യപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സതി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ PS അഭിജിത്ത്, PS അനൽ, CJ ബെനഡിക്റ്റ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ആരെടുക്കും എന്നതിൽ ആശങ്കയുമായി മുന്നണികൾ. പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 1ാം ക്ലാസ്സിൽ പ്രവേശിച്ചത് 2.25 ലക്ഷത്തോളം കുട്ടികൾ. ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പിൽ നടന്നു. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് 5 പവൻ സ്വർണം കവർന്നു. കോട്ടപ്പുറം തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇടിമിന്നലിൽ പോർക്കുളത്ത് വീട് ഭാഗികമായി തകർന്നു. വീടിന്റെ സമീപം കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ചത്തു. പൂവഞ്ചിറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.